കേരള സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ലെസ്ബിയൻ കപ്പിൾ ആദില നൂറ. +2 ആ ഒരു കാലഘട്ടത്തിൽ ആണ് ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നതും ഞങ്ങൾ ക്ലോസ് ആവുന്നതും. ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു, നമ്മൾ റിലേഷൻഷിപ്പിലോട്ട് പോയി. പക്ഷെ എപ്പോഴും റിലേഷൻ ആണെന്ന് അറിയില്ലായിരുന്നു. പോകെയാണ് നമുക്ക് മനസ്സിലായത് ഇഷ്ടമാണ്, പിരിയാൻ പറ്റത്തില്ല, അതൊരു പ്രണയമാണെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. എനിവേസ് വീട്ടിൽ നിന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളൊരു ഇതാണല്ലോ. സോ ഞങ്ങൾ അങ്ങനെ ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കണ്ടുവരുന്നത് എന്താ വെച്ചാൽ എല്ലായിടത്തിലും ഒരു ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ്, പിന്നെ സെയിം സെക്സ് റിലേഷൻഷിപ്പ്. നമ്മൾ അവിടെ സൗദിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അറിവുമില്ല. നാട്ടിലങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞെങ്കിലും അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ അങ്ങനെ പറയുന്നത്. അവിടെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നു, റൂമിൽ വരുന്നു, പിന്നെ പോകുന്നു, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു അവിടെ. ഉമ്മമാർക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? കാരണം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരു പാർട്ട്ണറിനോട് നമ്മൾ എങ്ങനെ സംസാരിക്കുക, അതുപോലെയൊക്കെ സംസാരിച്ച നീ ചാപ്റ്റർ പഠിച്ചോന്നല്ലോ നമ്മൾ ചോദിക്കാം. പിന്നെ എങ്ങനെയായിരിക്കും നാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലുള്ള ജനിച്ച സ്ഥലങ്ങളിലുള്ള, അവരൊക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല 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 ഒരിക്കലും ഇല്ല. ഇല്ല. ഇവളിപ്പോ ഒരു ഷോർട്സ് ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷോർട്സ് ഇടലുണ്ട്. എന്നാലും ഇവള് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഷോൾ ഇട്ട് കണ്ടതിന് ശേഷം പിന്നെ ഷോർട്സ് ഇട്ടും ഷോൾ ഇടാതെയൊക്കെ കണ്ടതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് ആൾക്കാർക്ക്. ഷോർട്സ് ഇട്ട് ഏതൊരു വീഡിയോയിൽ അവിടെ മഹല്ലിൽ ഭയങ്കര ചർച്ചയായിരുന്നൊക്കെ അറിഞ്ഞായിരുന്നു കോഴിക്കോട്. അവര് പറയും നമ്മൾ ഷോർട്സ് ഇടാൻ പാടില്ലാന്ന്. പക്ഷെ എല്ലാവരുടെയും കണ്ട് നമ്മുടെ തുടങ്ങിയായിരിക്കും. ഇടർന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത്. അവര് കണ്ടിട്ടാണല്ലോ പറയുന്നത്, കാണാണ്ടിരുന്നവര്. ഞങ്ങൾ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അധികവും ഞങ്ങൾക്ക് മുസ്ലിംസിന്റെ ആ ഒരു ഇതാണ് കാണാൻ പറ്റല്. അറിയൂല അത് എന്താണെന്നുള്ളത്. അവർക്ക് ആ ഒരു ഹേറ്റ്രഡ് വരാൻ കാരണം എന്താ പറഞ്ഞൂടാ. ഇപ്പം ആൾക്കാർക്കും കൂടുതലും അറിയണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റിമസി എങ്ങനെയാണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണെങ്കിലും കൂടുതലും ആൾക്കാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇൻറ്റിമസി കാര്യങ്ങൾ? തലയിൽ നമ്മൾ സെക്സ് കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് അത് മാത്രമേ വരുള്ളൂ. തലച്ചോറ് വെച്ച് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഞങ്ങളെ കമന്റ് സെക്ഷനിൽ. അപ്പോൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ, ഏത് രീതിയിലായിരുന്നു ബ്ലാക്ക്മെയിൽ ചെയ്ത്? അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നു? ദേഹോപദ്രവം എന്തെങ്കിലും ചെയ്തിരുന്നോ? ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തലയിടിച്ചു, മൂക്കുന്ന ബ്ലഡ്. ഇവക്കാണെങ്കിലും കുറെ അബ്യൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ നടന്നിട്ടുണ്ട്. ആരെയും പറഞ്ഞാരെ വഴി പഴപ്പിച്ചു എന്നുള്ളത് അത് മുന്നോട്ട് വീട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഇനി എല്ലാവരും പറഞ്ഞു. അവരെ ഏറ്റവും കൂടുതൽ കളിയാക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൾകളിന്നും പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്ന് കളിയാക്കാറുണ്ടോ? അതാണ് ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിങ്ങനെ കളിയാക്കലുണ്ട്. അതിപ്പോ ഈ നിങ്ങൾ പറഞ്ഞ ഈ സാധനമൊക്കെ ഇപ്പൊ എല്ലാ റിലേഷൻഷിപ്പിലും ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാൻ പാടില്ല കേട്ടോ അതെന്താ സാധനം. ഇപ്പൊ നിങ്ങൾ ലെസ് കപ്പിൾസ് ആണ്, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്താണ്? നിങ്ങൾ കുട്ടികളെ എങ്ങനെയാണ്, കുട്ടികള് അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓരോ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അവിടെ ഇറങ്ങിയ ശേഷം അവിടെ മഹലില് ഇത് സംസാരമൊക്കെ ഉണ്ടായിരുന്നോണ്ട് മൈക്കിൽ വിളിച്ചിട്ട് എന്തൊക്കെയോ മഹലിൽ നിന്നെന്തോ പുറത്തായി എന്തോ. നമസ്കാരം. കേരള സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ലെസ്ബിയൻ കപ്പിൾ ആദില നൂറ, ഇവരുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്ത് പറ്റി? നല്ല ചിരിയിലാണല്ലോ. പിടിച്ചോ പിടിച്ചോ. നല്ല ചിരിയിലാണല്ലോ. എന്താണ് ഇത്ര വലിയ തമാശ? പറയണ്ട. ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞില്ലേ? അത് കല്യാണമല്ലായിരുന്നു, അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. ഫോട്ടോഷൂട്ടായിരുന്നോ? വെറുതെ പറ്റിച്ചല്ലേ? ഇവിടെ നമുക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു നിയമമല്ലല്ലോ. അപ്പൊ അത് കല്യാണം അല്ലായിരുന്നു, ഫോട്ടോഷൂട്ട്. ഫംഗ്ഷനായിട്ട് വെക്കാം, പക്ഷെ അന്ന് നമ്മളൊരു ഫോട്ടോഷൂട്ട് എന്നുള്ള രീതിക്കാണ് ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായില്ലേ? 2 വർഷമായി. അത് കഴിഞ്ഞിട്ട് നിയമവുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? എങ്ങനെ മാരേജിന്റെ അത് ലീഗലൈസ് ആയിട്ടില്ല. ഓരോ കേസുകൾ അവിടെ നിന്ന് നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പൊ ലീഗലൈസ് ആവുകയാണെങ്കിൽ നമ്മൾ ലീഗലി മാരീഡ് ആവും. ഇല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ തന്നെ നമുക്ക് പുറത്തൊക്കെ പോയിട്ട് മാരേജ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്.
സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് മാരീഡ് ആവാം. അങ്ങനെ കപ്പിളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കോണ്ടാക്ട്സിലുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് വെച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചേക്കാണ്. സെറ്റ്. സെറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ പോവാ, കല്യാണം കഴിക്കുക. നിങ്ങളുടെ ഒരു ആദ്യത്തെ ഉള്ളൊരു വിവാഹം, സോറി, നിങ്ങളുടെ ആദ്യ ഒരു പ്രണയം ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടുമുട്ടിയ സമയം, അങ്ങനെയുള്ള അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഓർക്കാറുണ്ടോ? ഓർക്കാറുണ്ട്. ഓർക്കാൻ പറ്റുമോ? അത് മറക്കാൻ പറ്റൂലല്ലോ. എങ്ങനെയായിരുന്നു അത്? അത് ആക്ച്വലി നമ്മള് പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു. ഞങ്ങള് പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു +1 +2 ആ ഒരു കാലഘട്ടത്തിൽ ആണ് ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്നതും ഞങ്ങൾ ക്ലോസ് ആവുന്നതും. ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നു, നമ്മൾ റിലേഷൻഷിപ്പിലോട്ട് പോയി. പക്ഷെ എപ്പോഴും റിലേഷൻ ആണെന്ന് അറിയില്ലായിരുന്നു. പോകെയാണ് നമുക്ക് മനസ്സിലായത് ഇഷ്ടമാണ്, പിരിയാൻ പറ്റത്തില്ല, അതൊരു പ്രണയമാണെന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പിന്നെ വീട്ടിൽ പ്രശ്നമാവുന്നു. ശരിക്കും ഡിഗ്രിയൊക്കെ ഒരുമിച്ച് പഠിക്കാൻ നിന്നതാ, പാരൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ റിലേഷൻ പറഞ്ഞാൽ ആരും ഇങ്ങനെ പഠിപ്പിക്കില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ വെള്ളത്തിലായി. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അപ്പോൾ മൈൻഡിലുണ്ടായിരുന്നു, കാരണം അതില്ലാതൊന്നുമില്ല. ഇപ്പോൾ പഠിക്കാം, പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. എനിവേസ് വീട്ടിൽ നിന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളൊരു ഇതാണല്ലോ. സോ ഞങ്ങൾ അങ്ങനെ ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. നിങ്ങളുടെ ഏതൊരു മൂമെന്റിലായിരുന്നു നിങ്ങൾക്ക് പരസ്പരം ഒരു പ്രണയമുണ്ടെന്ന് തോന്നി തുടങ്ങിയത്? അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ്. ആ ഒരു ടൈമിൽ തീരെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല, സംസാരിക്കാൻ അങ്ങനെ ഒരു ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഒരു ഇയർ, സെക്കൻഡ് ഇയറിലാണ് നമുക്ക് ഇഷ്ടമാണെന്നുള്ളൊരു സംഗതി. ഭയങ്കര പൊസസീവ്നെസ്, നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള സംഗതികളൊക്കെ തോന്നി. പക്ഷെ അത് ഫ്രണ്ട്ഷിപ്പാണെന്നുള്ള രീതിക്കാണ് അപ്പോഴും വിചാരിച്ചത്. പക്ഷെ ബട്ട് സ്റ്റിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ കണ്ടുവരുന്ന അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ എല്ലായിടത്തിലും ഒരു ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ്, പിന്നെ സെയിം സെക്സ് റിലേഷൻഷിപ്പ്. നമ്മൾ അവിടെ സൗദിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ഒരു അറിവുമില്ല. നാട്ടിലങ്ങനെ നമ്മൾ വെറുതെ പറഞ്ഞെങ്കിലും അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ അങ്ങനെ പറയല്. അവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നു, റൂമിൽ വരുന്നു, പിന്നെയും പോകുന്നു, അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അവിടെ. അപ്പം അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം നമ്മളിങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ വെളിങ്ങനെ കണ്ടില്ല, പക്ഷെ ചെറുതായിട്ട് ചിലവരെ കണ്ടായിരുന്നു. സൂഫി, അഞ്ജലി, അവർ പുറത്താണ്. ഒരാൾ പാകിസ്ഥാനി, ഒരാൾ ഇന്ത്യനാണ്. അപ്പം അവരുടെയൊക്കെ ഇത് കണ്ടപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലേ എന്നൊക്കെ ഉള്ളൊരു സാധനം അടിച്ച് പിന്നെ ഇഷ്ടമായി. അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ ഇവിടെ വരെ എത്തി. ഇപ്പം നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് പരസ്പരം ഒരു ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ സെയിം സെക്സ് ആണ്, നിങ്ങൾക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോട് നിങ്ങൾക്ക് ഒരു ഇഷ്ടമൊന്നും തോന്നിയിരുന്നില്ല ആ സമയത്ത്? നമുക്ക് ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാ വേറൊരാൾ ഇഷ്ടം തോന്നുക? അങ്ങനെ തോന്നിയൊന്നുമില്ല. അങ്ങനെ തോന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തോന്നായിരുന്നു. കാരണം 3 വർഷം ഞങ്ങൾ തിരെ കണ്ടിട്ടോ എന്താ പറയുക, കോൾ ചെയ്യൽ പോലും ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം അത്രക്കും വീട്ടിൽ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു റിലേഷൻഷിപ്പ് അറിഞ്ഞതിന് ശേഷം. പല പ്രാവശ്യമാണ് പിടിക്കുന്നത്. പിന്നെ പൂച്ച ഒരു പ്രാവശ്യമല്ലേ ചൂടുവെള്ളത്തിൽ ചാടുള്ളൂ, പിന്നെ മനസ്സിലാവുള്ളൂ. ഉമ്മമാരാണല്ലോ, എന്തായാലും മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ കൈ ഇങ്ങനെ പോവുകയാണെങ്കിൽ ചാറ്റ് ചെയ്യാനാണോ അവളോട് ചാറ്റ് ചെയ്യുന്നത്, അങ്ങനെ മനസ്സിലാവും. അപ്പോൾ കുറേ പ്രാവശ്യം അവർക്ക് തന്നെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവരും ഭയങ്കര എന്താ പറയുക, നമ്മളപ്പോൾ കോളിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ചാറ്റ് ചെയ്തിടും, അങ്ങനത്തെ ഒരു സംഗതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് പലരോടും പ്രണയം തോന്നായിരുന്നു, നമ്മൾ തമ്മിലുള്ള ജെനുവിൻ അല്ലായിരുന്നെങ്കിൽ. സോ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ 2 പെൺകുട്ടികൾ തമ്മിൽ ആ സമയത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രണയത്തിൻ്റെ ഇതിലേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും? ഉമ്മമാർക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? കാരണം നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മള് ഇപ്പൊ ഒരു പാർട്ട്ണറിനോട് നമ്മൾ എങ്ങനെ സംസാരിക്കുക, അതുപോലെയൊക്കെ സംസാരിച്ച നീ പഠിച്ചാ, നീ ചാപ്റ്റർ പഠിച്ചോന്നല്ലോ നമ്മൾ ചോദിക്കുക. പിന്നെ എങ്ങനെയാ ഇല്ല, നമ്മളതിൽ സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഞാൻ ഇവളും പറയുമായിരുന്നു, നമ്മൾ നോക്കുമ്പോൾ മുസ്ലിം ഫാമിലിയാണ് രണ്ടുപേരും, മതത്തിന്റെ പ്രശ്നമില്ല, ആകെയുള്ളത് ജെൻഡറിന്റെ പ്രശ്നം. ജെൻഡർ ഇവളിപ്പോ ഒരാണോ ഞാനൊരാണോ ആയിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ കല്യാണമൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സംസാരമൊക്കെ പോയിട്ടുണ്ട്. വായിച്ച ഏത് മണ്ടിക്ക് മനസ്സിലാവൂലേ ഇഷ്ടത്തിലൊന്നും. ഇപ്പൊ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കൂടെ പഠിച്ചവര്, അവര് നിങ്ങളെങ്ങനെ റിലേഷനിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്തൊക്കെയായിരുന്നു? ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എങ്ങനെ എടുക്കുന്ന അറിയില്ലല്ലോ, നമ്മളിനി ഒറ്റപ്പെടുത്ത അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു സ്കൂളിൽ, സൗദിയിൽ. അതിനുശേഷം പറഞ്ഞപ്പോൾ രണ്ടുപേരും എന്താ നിങ്ങൾ ഞങ്ങളോട് പറയാണ്ടിരുന്നത് എന്നുള്ളൊരു പിണക്കം പോലെ പറഞ്ഞു. ഒരാൾ ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഒരാൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരാൾ ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ആൾ ഇടയ്ക്ക് കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. രണ്ടുപേരും കോണ്ടാക്ട് ചെയ്യാറുണ്ട്? കോണ്ടാക്ട് ഇല്ല, ഒരാളെ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ. നമ്മൾ വിളിക്കലൊക്കെ ഉണ്ട്. അവളുടെ പ്രസവം കഴിഞ്ഞു, അപ്പോൾ കൊച്ചിനെ കാണാൻ വന്നോന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു, പോകാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ഒരാൾ നന്നായിട്ടുണ്ട്. എൻ്റെ കോളേജിലത്തെ കുറെ
അതായത് ഫ്രണ്ട്സ് എന്ന് പറയപ്പെടുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ കുറെ എടുത്ത് പറയണേ? അത് എടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാല്, ഞാൻ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ എന്റെ പാരന്റ്സിന് കുറെ ഇങ്ങനെ കുത്തി കൊടുത്ത് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ചെയ്ത് ഞാനത് കണ്ട് പിന്നെ എനിക്ക് ഭയങ്കര അതിശയായി. ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനെന്താ ആരോ കൊന്ന പോലെയൊക്കെയാണ് ഇവര് പറയുന്നത്. ഭയങ്കര ഡിറ്റക്റ്റീവ് കളിക്കായിരുന്നു അവിടെ. നൂറ് തട്ടൊഴിവാക്കി, നൂറെ കയ്യില്ലാത്ത ഡ്രസ്സ് അതിലയുടെ ഉള്ളം കയ്യിലാണ് അങ്ങനെയൊക്കെ പറയാ. ഒരു ഉളുപ്പില്ലാണ്ട് അങ്ങനെയൊക്കെ വിളിച്ചു പറയും. അങ്ങനെ പറയുന്ന. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സ്വന്തം ലൈഫിൽ മര്യാദക്ക് നോക്കി ഒന്നുമില്ല അവർക്ക് എംബ്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ല, ഒരു പണിയില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. പിന്നീട് മനസ്സിലായി, ഓക്കെ പറഞ്ഞോട്ടെ, അവർക്ക് അങ്ങനെ ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമ്മളാൽ അവർക്ക് ഓക്കെ ആവുന്നുണ്ടെങ്കിൽ ഫൈൻ ആയിക്കോട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നാട്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിലുള്ള ജനിച്ച സ്ഥലങ്ങളിലുള്ള, അവരൊക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല. ഇവളിപ്പോ ഒരു ഷോർട്സ് ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഷോർട്സ് ഇടലുണ്ട്, എന്നാലും ഇവള് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ഷോൾ ഇട്ട് കണ്ടതിന് ശേഷം പിന്നെ ഷോർട്സ് ഇട്ടും ഷോൾ ഇടാതെയൊക്കെ കണ്ടതിന്റെ ഒരു പ്രശ്നം ഉണ്ട് ആൾക്കാർക്ക്. അപ്പൊ ഷോർട്സ് ഇട്ട ഏതൊരു വീഡിയോയില് അവിടെ മഹലിൽ ഭയങ്കര ചർച്ചയായിരുന്നൊക്കെ അറിഞ്ഞായിരുന്നു കോഴിക്കോട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഓലെ പ്രശ്നങ്ങൾ നമുക്ക് നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. അവര് പറയും നമ്മൾ ഷോർട്സ് ഇടാൻ പാടില്ലാന്ന്, പക്ഷെ എല്ലാവരുടെയും കണ്ട നമ്മുടെ തൊടയമയായിരിക്കും. ഇടർന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് കാണുന്നത്. അവര് കണ്ടിട്ടാണോ പറയുന്നത്, കാണാണ്ടിരുന്നവരെ. അല്ല, അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ ഏജ് കാറ്റഗറി അനുസരിച്ചാണോ നിങ്ങളോട് ഈ കുറ്റങ്ങൾ പറയുന്നത്? ഒരു ഏജും ഇല്ലടാ, ഏജില്ല, ഒന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്വയം നല്ലൊരാളെന്ന് ഇങ്ങനെ എഴുതി വെച്ച് ഭയങ്കര മാന്യം, ഞാൻ ഭയങ്കര ദീനിയാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും തോന്നുന്നു. റിലീജിയൻ ഉണ്ടെങ്കിലും മുസ്ലിംസ് അല്ലാത്ത ആൾക്കാരും അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഇപ്പൊ കൂടെ പഠിച്ചാണെങ്കിലും ആള് പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് ഷോള് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നും ഷോള് കിട്ടണോ? നമ്മള് ചെറുപ്പത്തിലെ തുണി ഇല്ലാണ്ട് നടന്നു വലുതാകുമ്പോൾ നമ്മള് തുണി എടുക്കുമല്ലോ, അതൊക്കെ ഓരോ ഇത് വരുമ്പോ മാറൂലേ. പീപ്പിൾ അല്ലേ. ഇപ്പൊ എനിക്ക് ഞാനിപ്പോ ഈ ഡ്രസ്സിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ എന്താക്കുക ചേഞ്ച് ചെയ്ത് ഞാൻ വേറെയിലേക്ക് ട്രൈ ചെയ്യും. അതുപോലെ തന്നെ അതിലിപ്പോ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ട്, അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, അത് അവരുടെ മാത്രം പ്രശ്നം. ഇപ്പൊ നിങ്ങളുടെ മതത്തിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാ? അവര് ഏറ്റവും കൂടുതലും എതിർക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവരെന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോഴത്തേനും? കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ അധികം, അതായത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് പറയല്ല, ഞങ്ങൾ കണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അധികവും ഞങ്ങൾക്ക് മുസ്ലിംസിന്റെ ആ ഒരു ഇതാണ് കാണാൻ പറ്റല്. അറിയൂല അതെന്താണെന്നുള്ളത്. അവർക്ക് ആ ഒരു ഹേറ്റ്രഡ് വരാൻ കാരണം എന്താ പറഞ്ഞൂടാ, നരകത്തത്തെ വിറക് കൊള്ളിന്നും പിന്നെ തട്ടിടുന്നില്ലേന്നും പിന്നെ ഔറത്ത് മറക്കിന്നും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പറയും. പിന്നെ ലെറ്റ് ഇറ്റ് ഗോ, അത്രേ ഉള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പേര് നമ്മളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വായിക്കലുണ്ട് DMs ഒക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് മുടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ, അതിന് പോലും ഒരു ഇത് കിട്ടുന്നില്ല. നിങ്ങളെ കാണുമ്പോൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിലും നമ്മളെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അങ്ങനെയൊക്കെ ഒന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൂടുതലും അതിൽ വരുന്നത് ഈ സപ്രസ് ചെയ്ത് നിന്ന് ഇപ്പം എന്നെ ഭയങ്കര ഇങ്ങനെ ഭയങ്കര മൂടിക്കെട്ടി അങ്ങനെ നിൽക്കുന്ന ഒരാള് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഇപ്പൊ ചേട്ടൻ ഭയങ്കര ഇഷ്ടമുള്ളത് ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നുണ്ട്, ഇങ്ങനെ ഇതാകുമ്പോൾ എനിക്കൊരു അസൂയ ഉണ്ടാവും, എനിക്കത് കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷനാണ് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് തീർക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പൊ പല പെൺകുട്ടികളാണെങ്കിലും ഈ ലെസ്ബിയന്റെ ഒരു ഇത് മറച്ചു വെച്ചിട്ട് അവര് നാട്ടിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയാനുള്ളത്? അത് ഓരോരുത്തരുടെ ഒരു ഇതാണ്. അതായത് ചിലപ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും, സെക്ഷുവാലിറ്റി ഓരോ ആൾക്കാരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രൈവസിയിൽ വെക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പ്രൗഡായിട്ട് ഞാനൊരു ലെസ്ബിയൻ ആണ് എല്ലായിടത്തും പോയി കൊട്ടി പാടുകയല്ല, പറയേണ്ടടുത്ത് പറഞ്ഞ് അങ്ങനെ എന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിക്ക് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ അവർക്ക് ആ ഒരു സേഫ് സ്പേസ് തോന്നായിട്ടാവാം അതിൽ പറയാണ്ടിരിക്കുന്നത്, അതുമുണ്ട്. അപ്പോൾ ആ ഒരു സേഫ് സ്പേസ് തോന്നിയാൽ അവർക്ക് ചിലപ്പോൾ ആരോടെങ്കിലും ഒക്കെ ഡിസ്ക്ലോസ് ചെയ്ത് ഓപ്പൺ അപ്പ് ആവാനും ചാൻസസ് ആർ ദെയർ. ഒറ്റപ്പെടലൊക്കെ മനുഷ്യനൊരു സോഷ്യൽ ബീയിങ് ആണല്ലോ, ഒറ്റപ്പെടലൊക്കെ ഭയന്നിട്ടായിരിക്കാം പറയാത്തത്. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താൻ നോക്കുക, പിന്നെ സൈബർ ബുള്ളിങ് ആട്ടെ അങ്ങനെ ചെയ്യാൻ നോക്കുക, ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുക, അതൊക്കെ ആണല്ലോ പൊതുവേ ഓൺ ഗോയിങ്. അപ്പൊ അതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ പാവാണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനൊരു നിങ്ങൾ ലെസ്ബിയൻ ആണ് എന്ന് അറിയുമ്പോഴത്തേനും അതിനെ ഏറ്റവും ആദ്യം എതിർക്കുന്നത് ഉമ്മയാണോ? പാരന്റ്സ് എതിർക്കുമല്ലോ, അവരാണല്ലോ ആദ്യം അറിയുന്നത്. അപ്പൊ അവർ തന്നെയാണ് ആദ്യം എതിർക്കുന്നത്. പിന്നെ അവർക്ക് ഒരു ഡ്രീം ഉണ്ടാവും, അതിപ്പോ എല്ലാ പാരന്റ്സിനും ഉണ്ടാവും. പക്ഷെ ആ ഡ്രീം മക്കളിൽ അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം അത് നമുക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക, അല്ലാതെ അത് വേറൊരാളിലൂടെ ഇതാക്കുകയാണെങ്കിൽ അയാൾക്ക് വേറൊരു ഡ്രീം അല്ലേ ഉണ്ടാവുക, വേറൊരു ലൈഫായിരിക്കും അയാളുടെ മൈൻഡിൽ ഉണ്ടാവുക.
അപ്പം അത് അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അത് അവിടെ ക്ലാഷ് ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ലെസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാർ ഒരു തുറിച്ചു നോട്ടം ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, തുറിച്ച് നോട്ടം എന്ന് പറഞ്ഞാൽ ഓൽക്ക് നമ്മളെ ഓ ഇവരല്ലേ ആദില നൂറല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ള നോക്കല്, അല്ലാണ്ട് ലെസ്ബിയൻ കപ്പിൾ അല്ലേ ഇങ്ങനെ തുറിച്ച് അങ്ങനൊന്നുമില്ല. ഓക്കെ ഇവര് കപ്പിളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യലുണ്ട്. ഇതുവരെയായിട്ട് ബാഡ് ആയിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ല അവരുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നോട്ടത്തിലോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയാ, നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഒരു ഫാമിലി ഒക്കെ പോവാണെങ്കിൽ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഇതിൽ ഇങ്ങനെ നോക്കും. അത് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും മുന്നേ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോ യൂട്യൂബിലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരാൾ നേരിൽ കാണുമ്പോൾ ചില ആൾക്കാർ ഇത് ഇവരാണോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അങ്ങനെ അല്ലാതെ ദേഷ്യത്തോടെ നോക്കിയില്ല. അല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു അർത്ഥം വെച്ച് നോക്കാറുണ്ടോ? ഇല്ല, പല രീതിയിൽ നോക്കാം, ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, പക്ഷെ അങ്ങനെ ഒന്നും ഇതുവരെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു ഫീലിങ്സിലേക്ക് വന്നിട്ടില്ല. ഇല്ല, അതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ആൾക്കാരുടെ അടുത്തുനിന്ന്. വന്നിട്ടില്ല. ഇപ്പം ആൾക്കാർക്കും കൂടുതലും അറിയണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റിമസി എങ്ങനെയാണ് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണെങ്കിലും കൂടുതലും ആൾക്കാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇൻറ്റിമസി കാര്യങ്ങൾ വരുന്നത്? അതൊക്കെ ചേട്ടാ ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ. നമ്മളിപ്പോൾ എങ്ങനെയാ ഇപ്പം ഞാനിപ്പോൾ ചേട്ടനോട് ചോദിക്കുക, ചേട്ടാ നിങ്ങളെ പ്രൈവസി, അതായത് നിങ്ങളെ ഇൻറ്റിമേസി എങ്ങനെയാ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാ ഇപ്പോൾ ഫീൽ ചെയ്യാം? അല്ല, ഇത് നിങ്ങളോട് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലെസ് കപ്പിളാണ്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഒരു ഇത് വരുന്നത്. ആക്ച്വലി പ്ലഷർ ഈസ് ഡിഫറെന്റ് ഫോർ എവ്രി വൺ. ഓക്കെ, അത് നമ്മളെ ഇഷ്ടമാണ്, എങ്ങനെയാണ് ഓരോ ആൾക്കാർക്കും ഓരോ രീതിക്കായിരിക്കും പ്ലഷർ ഉണ്ടാവുക. അപ്പം അത് ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാനാണ് താല്പര്യം. നമ്മളെല്ലാം മീഡിയയുടെ മുന്നിൽ തുറന്നു കാട്ടുക അങ്ങനെയില്ല, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെ പറയാൻ ഞങ്ങളുടെ പ്രൈവസി എന്നുള്ള രീതിക്ക്. സോ ലെറ്റ്സ് ഇഗ്നോർ ദാറ്റ്. പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നൊരു കമന്റ് ആണത്. ഞാനുള്ള ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഇടാം. അധികം ആൾക്കാർക്കും അറിഞ്ഞൂടാ. ഓക്കെ, സെക്സ് എഡ്യൂക്കേഷൻ ആ ഒരു സംഭവം അധികം ആൾക്കാർക്കും ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ള അധികം ആൾക്കാർക്കൊന്നും അറിയാനൊന്നും ചാൻസ് ഇല്ല. സോ ആ ഒരു ക്വസ്റ്റ്യൻ, ഒരു ക്യൂരിയോസിറ്റി അത് ഉണ്ടാവാൻ ചാൻസസ് ആർ ദെയർ. ഓക്കെ, ഞങ്ങൾ എങ്ങനെയാണെന്നല്ല, പൊതുവേ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്നുള്ള രീതിക്ക് അത് ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ കൊടുക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് അങ്ങനത്തെ ഒരു രീതിക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അപ്പം ആൾക്കാരുടെ ഒരുവിധപ്പെട്ട സംശയം മാറുമായിരിക്കും. അല്ല, അങ്ങനെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കേരളത്തിൽ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, സെക്സ് എഡ്യൂക്കേഷൻ വേണമല്ലോ. അതില്ലാത്തതിന്റെ കുറെ ഇത് നമ്മൾ പിന്നെ കമന്റ് ബോക്സിൽ കാണലുണ്ട്. എന്തൊക്കെയാ കാണുന്നത്? പലതരം വൃത്തികേടുകളും എന്തൊക്കെയോ വൃത്തികേടുകളൊക്കെ. അത് തലയിൽ തലച്ചോറല്ല വേറെ എന്തോ ഉള്ള ആൾക്കാർ അങ്ങനെ പറയുമല്ലോ. തലയിൽ നമ്മൾ സെക്സ് കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് അത് മാത്രമേ വരുള്ളൂ. തലച്ചോറ് വെച്ച് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഞങ്ങളെ കമന്റ് സെക്ഷനിൽ. നല്ല ആൾക്കാരുണ്ട്, അവരെല്ലാം പറയുന്നത് അധികം നെഗറ്റീവ് ആണ് നമ്മളേക്ക്. ഇപ്പൊ അല്ല കേട്ടോ, മുന്നത്തെക്കാളും കുറവാണ് ഇപ്പൊ. ആളുകൾ നെഗറ്റീവായിട്ട് മറന്നാണോ അറിയില്ല. ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ കാര്യമല്ലെന്നൊക്കെ 17 മണിക്കൂർ മുന്നേ ഒരു കമന്റ് ഇട്ടെന്ന് വിചാരിക്കും. ആ അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യണം, നമുക്ക് അറിയാലോ ഇപ്പം ഉണ്ടാക്കിയതാണ്, എത്ര വർഷം എത്ര മിനിറ്റ് മുന്നേ നോക്കുമ്പോൾ 17 മണിക്കൂർ മുന്നേ ആയിരിക്കും ആ കമന്റ് അക്കൗണ്ട് അവിടെ ജനിക്കണത്. അതായത് നമുക്ക് വേണ്ടിയിട്ട് ഫേക്ക് അക്കൗണ്ട് ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതില് അത്ര ഡെഡിക്കേഷനിൽ ഒരുപാട് സന്തോഷം. ഹേറ്റേഴ്സ് അത്ര ഡെഡിക്കേഷൻ എടുക്കണോണ്ടേ. ഇപ്പൊ എളാപ്പ വന്ന് മാനസികമായിട്ട് ഒരു ഇത് തന്നു എന്ന് പറഞ്ഞല്ലോ? ഇല്ല, ഒന്നും തന്നില്ല. അല്ല, തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളാപ്പ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ? ഭീഷണിപ്പെടുത്തിയ പറഞ്ഞ ബ്ലാക്ക്മെയിൽ ചെയ്ത്. ഏത് രീതിയിലായിരുന്നു ബ്ലാക്ക്മെയിൽ ചെയ്തേ? അതായത് നീ ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കുന്നത് പ്രശ്നമാവുന്നുണ്ട്, നൂറയ്ക്ക് പ്രശ്നമാവും, അപ്പൊ നിർത്ത്, അങ്ങനെയൊക്കെ ഉള്ള രീതിക്കാ പറഞ്ഞത്. അപ്പൊ ഇവക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിച്ചിട്ട് നിർത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഒരു ടൈമിൽ നിർത്താതെ പോരാടിയത് കൊണ്ടാണ് ഇവക്കൊന്നും പറ്റാണ്ടിരുന്നത്. അല്ലെങ്കിൽ എന്താവുമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു, കാരണം അവരെന്ത് ചെയ്യാൻ മടിക്കാത്ത ടീംസാണ്. അപ്പൊ ആ ഒരു ഇത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ദേഹോപദ്രവം എന്തെങ്കിലും ചെയ്തിരുന്നോ? ദേഹോപദ്രവം ചെയ്തിരുന്നു. ഉപദ്രവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ തലയിടിച്ചു, മൂക്കുന്ന ബ്ലഡ്. ഇവക്കാണെങ്കിലും കുറെ അബ്യൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും പിന്നെ നമ്മള് എങ്ങനെ എടുത്തിടൂല, കാരണം ഞങ്ങൾക്ക് തന്നെ ഒരു നമുക്ക് തന്നെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഭയങ്കര എന്തോ പോലെ ആവും.
കഴിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ വന്നു. പാരന്റ്സ് ആണെങ്കിലും അവരാണെങ്കിലും അവരുടെ ഇതിൽ നോക്കിപ്പോട്ടെ, നമ്മളോട് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരണ്ട, നമ്മളൊന്നും അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളൊരു ഇതാണ്. അതായത് നമ്മൾ അങ്ങോട്ട് ഉപദ്രവം മീൻസ് അവർ ചെയ്യുന്നത് പറയുന്നതാണ് അവർക്ക് ഉപദ്രവം, വേണ്ടാന്നുള്ളതിൽ ആണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ തലയൊക്കെ കൊണ്ടുപോയി ഭിത്തിയിലിടിച്ച് മൂക്കിന്ന് ചോരയൊക്കെ കാറില് അതവര് ബലം ഉപയോഗിച്ച് ഞാൻ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോയാൽ ഒബ്വിയസ്ലി എൻ്റെ എനിക്ക് ഇതാവുമല്ലോ, പരിക്കേൽക്കും. സോ അവിടെയും ഇവിടെയും തട്ടി ഞാൻ ബാക്കിൽ നിന്ന് മൂക്കുന്നൊക്കെ ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായി. ഇത് ആരാ ചെയ്ത, വാപ്പായാണോ അതെയോ കസിൻസ് ആണോ? അല്ല, വാപ്പയൊന്നും അവിടെ അല്ലായിരുന്നു. ഉമ്മയും പിന്നെ എന്താ ഉമ്മന്റെ ഏതോ ആൾക്കാരൊക്കെ. ഉമ്മയാണ് മെയിനായിട്ടും ഈ നൂറയുടെ ഉപദ്രവിച്ചോണ്ടിരുന്നത്. അതെ, എന്റെ ലൈഫ് ലോങ് ഉപദ്രവിച്ചത് അങ്ങനെ വേണേ പറയാൻ, ഞാൻ പറയൂല. അല്ല, ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായിരുന്നോ? അടിക്കല് ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല, വേറെ രീതിക്കായിരുന്നു. ഇമോഷണലി ഉള്ളൊരു സംഗതിയായിരുന്നു. അപ്പൊ അത് അവളത് ഓക്കെ ആയിട്ട് പറയും. ഇപ്പൊ അവൾക്ക് പറയണ്ട, മനസ്സിലാവുണ്ട്. അങ്ങനെ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ കാണാം, അതുപോലെ തന്നെ ആൺകുട്ടികളെ കാണാം. അപ്പോൾ ആൺകുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു കമൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഇഷ്ടമാണെന്ന് പറയുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിട്ടുണ്ടോ? കണ്ടപ്പോ തന്നെ നൂറല്ലേ അതിലല്ലേ ഇഷ്ടമാണെന്നൊന്നും വന്ന് പറയലൊന്നുമില്ല. ലൈക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ കപ്പിളാണ്. സോ അങ്ങനെ മൂന്നാമത് ഇനിയിപ്പോ പറഞ്ഞോട്ട് രണ്ട് പെൺകുട്ടികൾ പോകുന്ന അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അങ്ങനെ ഇപ്പൊ വേറൊരാൾ വന്നിട്ട് ഇഷ്ടമാണെന്നൊന്നും ഇപ്പൊ നമ്മളോട് പറയൂല, നമ്മൾ കപ്പിളാണല്ലോ. അപ്പൊ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് ഒരിക്കലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ അറിഞ്ഞ സമയത്ത്, അറിയാത്ത സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അറിയാത്ത സമയത്ത് എന്ന് വെച്ചാൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവള് മിക്സ്ഡ് ആയിരുന്നു കോളേജ്, ഞാൻ ഗേൾസ് ഉള്ളിയാ. അത് വേറെ പയ്യന്മാരായിട്ട് റിലേഷൻ ആവണ്ടെന്ന് ഇത് മിക്സ്ഡിൽ കൊണ്ടുപോയി അല്ല ഗേൾസിൽ കൊണ്ടുപോയി ചേർത്ത് പിന്നീടല്ലേ അറിയണം. അതാ കൂടുതൽ ഇങ്ങനെ കൺസർവേറ്റീവായി ഇങ്ങനെ പണിയിട്ടു. സാരമില്ല, പോട്ടെ. പിന്നെ കെയറിങ് ആയതാ, സാരില്ല. അത് ആരുടെ തീരുമാനമായിരുന്നത്? അത് അവിടെ എല്ലാരും സംസാരിച്ച് അവര് പറഞ്ഞ് നാട്ടില് പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ നാട്ടിലിപ്പോ ഭയങ്കര അങ്ങനെ പെങ്കൊച്ചുങ്ങളൊക്കെ വഴിതെറ്റിയൊക്കെ പോകുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ഗേൾസ് ഉള്ളിൽ ചേർക്കട്ടെ, ചാന്തിലാവട്ടെ, എനിക്ക് പഠിച്ചെന്തായാലും ഇറങ്ങണം, എന്റെ മൈൻഡിലതാണല്ലോ, അത് വേറെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാം, എനിക്ക് പഠിക്കണം എന്തുള്ളൊരിതായിരുന്നു. അപ്പൊ അതിനെ കൊണ്ടുപോയി ചേർത്ത്. ഞാനിവിടെ എപ്പോഴും പറഞ്ഞിരിക്കും അത് എന്തിന്റെ ഇതായിരുന്നു. ചുമ്മാ ഒന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുന്ന ആളാണോ? ഞാനിങ്ങനെ ഭയങ്കര ചൊറിയുന്ന ആളാണ്. അതായത് എനിക്ക് അതുണ്ട്. ഞാൻ പിന്നെ പണ്ടേ പാവായോണ്ട് അങ്ങനെ ചെയ്തില്ല. കള്ളോ ശരിക്കും സത്യം എന്താ? ശരിക്കും പാവാട്ടോ. ഞാൻ പാവാ. ഇല്ല, എല്ലാരും പാവാണ്. ഞാൻ കുറച്ച് ഇതാണ്, എനിക്ക് കുറച്ച് വെകളിയാണ്. ഇവള് പാവല്ല. ഞാൻ പാവല്ലേ? അല്ല, ഇവള് പാവാണ്. പാവാണ്, പാവല്ല. പാവാണ്, പാവല്ലേ? ഒരു മീഡിയം. അപ്പൊ കുറച്ച് വെകളിയാ, വേറെ ഞാൻ അത്രക്ക് പാവമൊന്നല്ല. ആൾക്കാർ പക്ഷെ ഒരു ടാഗ്ലൈൻ കൊടുത്തിട്ടുണ്ട്, പാവമാണ്. ഇപ്പൊ ഒരാളെ കാണുമ്പോ ഒരു അങ്ങനെ സംസാരിക്കാത്ത ആളൊക്കെ എന്ന് പറയുമ്പോ ഒരു പാവം എന്ന് പറയില്ലേ, സംസാരിക്കുന്ന ആളെന്തോ ദുഷ്ടത്തിലൂട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കുക. അപ്പൊ അങ്ങനെ മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അധികം ഓവർ സംസാരിക്കൂല, പക്ഷെ സംസാരിച്ച് വരികയാണെങ്കിൽ കുറെ സംസാരിക്കും. ഞാൻ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ്, ആംബിവേർട്ട്, ഓക്കെ, അങ്ങനെ വെറുതെ അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പൊ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചോണ്ടിരിക്കും. ഇവള് സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും. എന്നാലും അപ്പൊ ആൾക്കാര് വിചാരിക്കുക, ഓ ഞാനൊരു പാവം, കണ്ടാൽ തന്നെ 5 ദിവസം വെള്ളം കിട്ടാത്ത ഒരവസ്ഥ തന്നെ, അങ്ങനെയാണ് വിചാരിച്ചു വെക്കുക ആൾക്കാര്. ഇപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറി വരുന്നുണ്ട്. ഭയങ്കര സാധനം, ഞാൻ പാവം. യൂട്യൂബിൽ ഇപ്പൊ എന്നാണ് തെറിയ ആൾക്കാര്, നൂറനെ കണ്ടോളൊരു സാധനാണ്. എന്നാലും ഉണ്ട് ചില ആൾക്കാര് ഇവളെ ഞാൻ വഴി പഴിപ്പിച്ചാന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. അതൊക്കെ ഫേക്ക് അക്കൗണ്ട് ആണ്. ഏത് വഴിയാ ഞാൻ പഴിപ്പിച്ചെന്ന് ഇപ്പോഴും എനിക്ക് അറിയാൻ പാടില്ല. ചിന്തിച്ചിട്ടുണ്ടോ അത്? എന്തിന്? അതിന്റെ ആവശ്യം നമ്മള് ചിന്തിക്കാൻ പോവരുത്. ഓൺലി പോസിറ്റീവ്. ഇത് ആരെ പറഞ്ഞാരെ വഴി പഴപ്പിച്ചു എന്നുള്ളത്? അത് മുന്നേ തൊട്ട് വീട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഇനി എല്ലാരും പറഞ്ഞു, കമന്റ് സെക്ഷനിലുള്ള ആൾക്കാർ പറഞ്ഞു, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞാരാ വഴി പഴപ്പിച്ചു എന്നുള്ളത്? കമന്റ് സെക്ഷനിൽ ആൾക്കാർ അവിടെ അതാ അവരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ നമ്മുടെ
ഗേ കപ്പിൾസ് ഒക്കെ ഇല്ലേ, അവരെ ഏറ്റവും കൂടുതൽ കളിയാക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൽകളി എന്നും പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്ന് കളിയാക്കാറുണ്ടോ? അതാണ് ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നിങ്ങനെ കളിയാക്കലുണ്ട്. അതിപ്പോ ഈ നിങ്ങൾ പറഞ്ഞ ഈ സാധനമൊക്കെ ഇപ്പൊ എല്ലാ റിലേഷൻഷിപ്പിലും ചെയ്യുന്നതായിരിക്കാം. എനിക്കറിയാൻ പാടില്ല കേട്ടോ അതെന്താ സാധനം കോൽക്കളി എന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ അതൊക്കെ എല്ലാ ആൾക്കാര് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്ലഷർ ഏത് രീതിക്കാണ്. അതിപ്പോ ഞാൻ പോയിട്ട് പറയാം നിങ്ങൾ എന്തിനാ കോൽക്കളി കളിക്കുന്നത് അങ്ങനെ പറയാൻ എനിക്ക് എന്തേ റൈറ്റ് ഉണ്ടോ? ഒരു റൈറ്റും ഇല്ല. ഒന്നാമത് എന്താ പറയാ, ഓരോരുത്തരുടെ പ്രൈവസി കയറിങ്ങാന് നൊയന്ന് കയറുന്നത് അതിന് പറയുള്ളൂ, വേറൊന്നും അതിന് പറയാനില്ല. അത് സെക്സ് കൊണ്ട് തലച്ചോറല്ല, സെക്സ് കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാർ പിന്നെ അങ്ങനെ അത് ഇപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലേ, കുറെ പേര് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് എടുത്ത് റിയാക്ട് ചെയ്യണോണ്ടാണോന്ന് അറിയില്ല, DP ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. കാരണം ഒറ്റൊരുത്തന് പോലും ഒറിജിനൽ അക്കൗണ്ടിൽ വന്നിട്ട് ഇതൊന്നും പറയാന് ധൈര്യമല്ല. ഫേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് അങ്ങനെ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഒറിജിനൽ വന്ന് പറയുന്നവര് അത്ര ഇച്ച് ഗാർഡ് യൂസ് ചെയ്തിട്ട് വർക്കാവാത്ത ആൾക്കാരാണ്. അങ്ങനെ ഇച്ച് ഗാർഡ് ചൊറിച്ചിലുള്ളതാണ്. അപ്പൊ അതും വർക്കാവാത്ത ആൾക്കാരാണ് ഇപ്പൊ ഒറിജിനൽ അക്കൗണ്ട് വന്നത്. എന്ത് പറയാനാ, മാറട്ടെ അവരുടെ അസുഖം. ഭയങ്കര പത്തറ്റിക്കാ, വെരി ബാഡ് സിറ്റുവേഷൻ, ഒന്നും പറയാനില്ല. അതിനിപ്പോ സയൻസ് എന്തെങ്കിലും കണ്ടുപിടിക്കണ കടി മാറാനായിട്ട് കണ്ടുപിടിക്കുമായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ടോ? എന്ത് നെഗറ്റീവായിട്ട് ചോദിക്കലുണ്ടോന്നോ? ഇല്ല, മുഖത്ത് നോക്കി അങ്ങനെ ചോദിക്കലില്ല. പക്ഷെ നമ്മള് എന്തെന്നാ ഒരു ട്രിപ്പ് പോയായിരുന്നു തമിഴ്നാട്ടില്. അപ്പൊ പോയപ്പോ ഒരു ലേഡി വന്ന് നമ്മളെ കണ്ട് മനസ്സിലായിട്ടാ, ഞങ്ങള് വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോൾ അവർ വന്ന് നിങ്ങൾ ട്രിപ്പിന് വന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ അതെ. അപ്പോൾ വേറെ എന്ത് ചെയ്യാനല്ലേന്ന്, എന്തോ അവർ വേറെന്തോ പരിപാടിക്ക് അവിടെ വന്നിട്ടാണ്. നമ്മളും ട്രിപ്പിനൊന്നും അവരും ട്രിപ്പിനൊന്നും ഞങ്ങളോട് വേറെന്ത് ചെയ്യാനല്ലേന്നൊക്കെ. അവര് പലതും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അവരുടെ ഉദ്ദേശങ്ങള് നമ്മള് ഇപ്പൊ ഞാനൊന്ന് എനിക്ക് മനസ്സിലാവില്ല ഇനി എന്റെ തകരാറാണോ അവരുടെ തകരാറാണോ എന്ന് അതൊന്ന് ഫിഗർ ഔട്ട് ചെയ്ത് വന്നപ്പോഴേക്ക് അവർ പോയി. അല്ലെങ്കിൽ 2 പറഞ്ഞിട്ട് വിടായിരുന്നു. പക്ഷെ അതിനുള്ള സാവകാശം കിട്ടി. അല്ല, ഈ ആൾക്കാരുടെ അടുത്തൊക്കെ ചുമ്മാ കയറി ഉടക്കുണ്ടാക്കോ? ഇല്ലില്ല, നമ്മൾ എന്തിനാ അങ്ങനെ ഉടക്കുണ്ടാകേണ്ട കാര്യം? അവരെ പോലെ നമ്മളാവരുതല്ലോ. അല്ല, ഈ ഡബിൾ മീനിങ് വെച്ചൊക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും ആൾക്കാര് നേരിട്ടോ? നേരിട്ട് അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല. പറഞ്ഞില്ല, അത് ആർക്കും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല. അവര് കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. മുഖത്ത് നോക്കിയിട്ട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മെസ്സേജിലൂടെ ഒക്കെ സംസാരിക്കാറുണ്ടോ? മെസ്സേജിലൂടെ പക്ഷെ ഞങ്ങൾ അങ്ങനെ എടുക്കലില്ല. ഇപ്പൊ ഞങ്ങൾ നോക്കലില്ല അങ്ങനെ. അതിനും കൂടെ ഉള്ള ഒരു സമയം ഇപ്പൊ ഇല്ല. ഇടയ്ക്ക് ഞങ്ങളുണ്ടല്ലോ, എന്താ പറയാ, ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നോക്കി നമുക്കൊന്ന് ജസ്റ്റ് കമന്റ് സെക്ഷൻ നോക്കാം, DM നോക്കാം, എന്തൊക്കെ അവസ്ഥ നോക്കുമ്പോ എന്തെങ്കിലുമൊക്കെ 2 ആൾക്കാരൊക്കെ കിട്ടുക, റിയാക്ട് ചെയ്യും, അത്ര തന്നെ. എന്തൊക്കെയാണ് കൂടുതലും വരാറ് അതിന്റെ അകത്ത്? DMല് കല്യാണം കഴിക്കാന്നുള്ളത് വരും. പിന്നെ ചിലര് വന്ന് ഫ്രണ്ട്സ് ആകുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഓൺലൈൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനോട് അങ്ങനെ താല്പര്യം ഇല്ല. ഫ്രണ്ട്സ് ആവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ആകെ നമ്മുടെ ലൈഫിൽ ഒരു ഫ്രണ്ടായിട്ട് അങ്ങനെ ഓൺലൈനിൽ വന്നത് ജീവി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആൾ തമിഴ്നാട്ടിൽ നിന്ന്. എങ്ങനെ നമുക്ക് ഇത്ര ക്ലോസ് ആയെന്ന് അറിയില്ല. അപ്പോൾ അവള് നമ്മുടെ ന്യൂസൊക്കെ കണ്ട് അങ്ങനെ വന്ന് കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ആളായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ 3 വർഷം ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ എപ്പോഴും ഉണ്ട്. അതൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഇപ്പോഴും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതാക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ അറിയില്ല, തമിഴ്നാട്ടിൽ നിൽക്കണ അവളും കേരളത്തിൽ നിൽക്കണ ഞങ്ങളും എന്തോ ഒരു അത് അവളിപ്പോഴും പറയും. എങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആയതെന്ന് അറിയാം. ഞങ്ങൾ അവളുടെ വീട്ടിൽ പോകലുണ്ട്, അവിടെ നിൽക്കലുണ്ട്, അവൾ ഇങ്ങോട്ട് വരലുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യലുണ്ട്, അങ്ങനെയൊക്കെ. ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. വേറെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ഉണ്ട്. വേറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ അത് ഓൺലൈനിൽ കൂടെ കിട്ടുന്നല്ല, അല്ലാതെ വേറെ ഫ്രണ്ട്ഷിപ്സ് കുറെ ഉണ്ട്. പഠിച്ചതും അല്ലാണ്ടും ഉണ്ട്. അല്ലാണ്ട് എവിടെന്ന്? കൊച്ചിയിലുള്ളതാണോ? അയ്യോ, അങ്ങനെ പേരും അഡ്രസ്സും നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരൂല. അങ്ങനെയല്ല കവി ഉദ്ദേശിച്ചത്. അല്ല, ഇപ്പൊ കൊച്ചിന്നാണെങ്കിലും ഉണ്ട്, വേറെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. അത് കൂടുതലും ലേഡീസ് ഫ്രണ്ട്സ് ആണോ അതെയോ ജെന്റ്സ് ഫ്രണ്ട്സ് ആണോ? അല്ല, അങ്ങനെ ഇതൊന്നുമില്ല. ലേഡീസും ഉണ്ട്, ജെന്റ്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലും ഈ ആളുകളോട് പൊസസീവ് തോന്നാറുണ്ടോ? ഇപ്പൊ തോന്നില്ല കേട്ടോ. ആളുകളോടോ? കപ്പിൾസിനോടോ അങ്ങനെ എന്തെങ്കിലും? ചില സൗന്ദര്യം കൂടിയ ലേഡീസിനോടൊക്കെ
അയ്യോ അതെന്താ ഇല്ല അങ്ങനെയല്ല. നമ്മളിപ്പോ കാണുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നമ്മൾ അവരോട് തന്നെ പോയി പറയാം. അല്ലെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, ഇപ്പൊ സിജു ചേട്ടന്റെ കല്യാണത്തിന് പോയി അപ്പൊ നാദരയുടെ മേക്കപ്പ് കണ്ടിട്ട് നമ്മൾ നല്ലതാണ് അങ്ങനെയൊക്കെ പറയും നമ്മൾ. അല്ലാതെ അസൂയ തോന്നണ എന്തിനാ? അസൂയപ്പെടുന്നുണ്ടാവും. എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ സൗന്ദര്യം. എല്ലാവരും എന്താ പറയാ ഭംഗിയുള്ള ആൾക്കാരാ. ആണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇത് പെടത്തുന്ന് എനിക്ക് തോന്നിക്കുന്നത്. ആണുങ്ങളെ കണ്ടാൽ വരിയല്ല ഞാൻ വാരി തന്നാ മതിയോ? ചൊറിയുന്നല്ല ഇത് നിങ്ങൾ ആരോടോ പറഞ്ഞെന്ന് കൂടെ ഒന്ന് പറയാം. അങ്ങനെ അവരോട് പോയി പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മള് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. എനിക്ക് ആക്ടേഴ്സിനെയൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും. ഭംഗിയായിട്ട്. ആര് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് തോന്നി? എന്താ ആക്ടേഴ്സോ? അതിപ്പോ ചോദിച്ചാ ഞാനിപ്പോ ഒരു സീരീസ് കാണുന്നുണ്ട്, വാമ്പയർ ഡയറീസ് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനെ കാണുമ്പോൾ നല്ല ഭംഗിയാ. ഏത് ക്യാരക്ടർ? ഡെയ്മൻ. ഡെയ്മനെയാണ്. നിങ്ങൾക്കറിയോ? തട്ടി ഇപ്പോൾ നിങ്ങൾ ലെസ് കപ്പിൾസ് ആണ്, നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്താണ്? നിങ്ങൾ കുട്ടികളെ എങ്ങനെയാണ്, കുട്ടികൾ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കുട്ടികളുടെ മാറ്റർ ആണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നുകൂടെ സെറ്റിൽ ആവണമെന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മള് കുട്ടികളിലേക്കൊന്നും പെട്ടെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളാദ്യം നമ്മളെ കാലം ഉറക്കണം, നമ്മൾ സ്റ്റേബിൾ ആവണം, എന്നിട്ട് മാത്രമേ നമ്മൾ അതൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും എന്താ പറയാ, ഇവിടെ അല്ല, ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ വേണമെങ്കിൽ നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ അതിന് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, സംഭവങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഞാൻ എല്ലാത്തിലും പറയലുണ്ട്, എൻ്റെ താല്പര്യം എന്താ വെച്ചാൽ എനിക്ക് ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം. അത് ഇപ്പോഴൊന്നുമല്ല. ഓക്കെ, നല്ല സെറ്റിലായി എനിക്ക് കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഏജ്ഡ് ആവണം. എത്ര വയസ്സാ ചോദിച്ചാൽ ഒരു ചോദിച്ചിട്ട് 40-50 കിളവിയായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇത് നമുക്ക് ഇപ്പൊ വേണ്ടാന്നുള്ളത്, നമ്മളൊന്ന് സെറ്റിലൊക്കെ ആയിട്ട് അങ്ങനെയുള്ള രീതിക്ക് ക്യാപ്ഷൻ ഇടും. ഏജ് ഒന്നും അറിയൂല, ഏജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് ഫിനാൻഷ്യലി ഒന്ന് ഇമോഷണലി ഒക്കെ ഒരു പാരന്റ് ആവാൻ റെഡി ആവുമ്പോൾ അപ്പൊ നമ്മൾ നോക്കാന്നുള്ള ഒരു ഇതിൽ നിൽക്കുക. ഇപ്പൊ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ എങ്ങനെയാണ്? ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. പക്ഷെ ഒരു മെമ്പറിനെയും കൂടെ വരുമ്പോൾ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഒരാളെ നമ്മൾ നോക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നല്ലോ, ഇമോഷണലി നമ്മള് സെറ്റായി വരണം, മനസ്സിലായോ? ഫിനാൻഷ്യലി മാത്രല്ല, അവിടെ ഇമോഷണലിയും കൂടെ നമ്മൾ സെറ്റായിട്ട് അവർക്ക് അവൈലബിൾ ആവണം നമ്മള്. അല്ലാണ്ട് ഓരോരു വഴിക്കിട്ട് നമ്മൾ വേറൊരു വഴിക്ക് പോയി അങ്ങനെ നടക്കൂല. പൈസ മാത്രമല്ലല്ലോ അവിടെ കാര്യം. അപ്പോൾ ഇപ്പോൾ ഗേ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ 1-2 അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. ലെസ്ബിയൻ എല്ലാ കപ്പിളും ഉണ്ട്. എല്ലാ കപ്പിളും പോകുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ പറയാം, എത്ര ഡിവോഴ്സ് നടക്കുന്നു, എത്ര പേര് ഡൗറിന്റെ കാര്യം പറഞ്ഞിട്ട് മരിക്കുന്നു, അതൊന്നും പറയുന്നില്ലല്ലോ. അതൊന്നും ഇപ്പൊ ആരും ഡിസ്കസ് ചെയ്യുന്നില്ല ഇവിടെ. അവരെ പോലെ അല്ല നിങ്ങൾ എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയോ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു കോഡിളക്കം സൃഷ്ടിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അത് അങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഡിവോഴ്സ് എന്നൊന്നും പറയുന്നത് അത്രക്ക് വലിയ ടാബു ആയിട്ടൊന്നും കാണേണ്ട ഒരു കാര്യമില്ല അവിടെ. ഇപ്പൊ ആ വ്യക്തിക്ക് ഇപ്പൊ ആ റിലേഷനിൽ ഓക്കെ അല്ലെങ്കിൽ ഹി ഓർ ഷീ ഷുഡ് ലീവ്, മൂവ് ഓൺ. അല്ലാണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഈ റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാനൊന്നും പറ്റൂല. സോ മൂവ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇത്. അപ്പോൾ അത് അവിടെ എന്താ പറയുക, വലിയൊരു എന്താ പറയുക, കൊട്ടി ആഘോഷിക്കേണ്ട കാര്യമല്ല. ഇപ്പം ഈ അടുത്തൊരു കൊച്ചു മരിച്ചില്ലേ, കളറിൻ്റെ ഇത് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ വരികയാണെങ്കിൽ ആ റിലേഷൻ അങ്ങോട്ട് ലീവ് ചെയ്ത് പോകണം. നമുക്ക് നമ്മുടെ വേർത്ത് അറിയാമെങ്കിൽ പോകണം. പക്ഷെ ആ കൊച്ചിൻ്റെ സിറ്റുവേഷൻ അങ്ങനെ അറിഞ്ഞിരിക്കാം, മാനസികമായിട്ടും എല്ലാതും കൊണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായി. പക്ഷെ എല്ലാതും നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു മരണത്തിലോട്ട് പോകാതെ നമ്മളിപ്പോൾ റിലേഷൻ വർക്ക് ആവുന്നില്ലെങ്കിൽ പിരിഞ്ഞ് പോവുക. അതിപ്പോൾ ഇപ്പോൾ നാട്ടുകാർ എന്തായാലും പറയും, പാടട്ടെ, നമുക്കെന്താ, നമ്മൾ ജീവിക്കണമല്ലോ, മരിക്കല്ലല്ലോ. അപ്പം അങ്ങനെ ചില റിലേഷൻ അങ്ങനെ എൻ്റെ ഒപ്പം ആവുന്നുണ്ട്, ടോക്സിക് ആയിട്ട്. ഇപ്പോൾ റിഫ അങ്ങനെയൊക്കെ ആ കുട്ടിയുടെ കുറേ പ്രശ്നങ്ങളുണ്ട്, ആ കുട്ടി ആത്മഹത്യ ചെയ്തതും അങ്ങനെയൊക്കെ. അപ്പോൾ ടോക്സിക് ആണെങ്കിൽ ലീവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ സ്പെഷ്യലായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. ഈ അങ്ങനെ ഒരു ഇതിനോട് നിങ്ങൾക്ക് അങ്ങനെ യോജിക്കാനും പറ്റുന്നില്ല? ഇങ്ങനെ സെപ്പറേഷൻ ആകുന്നു എന്നുള്ള ഒരു കാര്യത്തില് ലെസ്ബിയൻ കൂടുതലായിട്ട് ലെസ്ബിയനും ഗേ ഇല്ല, അതൊന്നും ഒരിക്കലും നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓല് ഡിവോഴ്സ്ഡ് ആവുന്നുണ്ട്, ഓല് പിരിഞ്ഞു പോകുന്നുണ്ട്. ബട്ട് ഓൽക്ക് അത് സാഹചര്യം കുറവാണ്. ഓൽക്ക് സൊസൈറ്റി നോക്കണം, ഓൽക്ക് എന്താണ് ഓലെ പാരൻസിനെ നോക്കണം, എന്നിട്ട് മാത്രമേ ആ ഒരു ഡിസിഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളെ പിന്നെ ആരും മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ നമുക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ,
നമുക്കത് കെയർ ചെയ്യേണ്ട കാര്യമല്ല സൊസൈറ്റി എന്താ ചിന്തിക്കുന്നതെന്നുള്ളത്. ഇതിപ്പോൾ ഒരു ലെസ്ബിയൻ കപ്പിൾ അല്ലെങ്കിൽ ഒരു ഗേ കപ്പിൾ പിരിയുന്നതും ഒരു ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർ ഡിവോഴ്സ് ആവുന്നത് രണ്ടും വേറെ തമ്മിൽ എഫക്റ്റ് അല്ല ഉണ്ടാക്കുക. മറ്റേത് വീട്ടുകാർ പറയണോട്ട് ഞങ്ങൾ ഒരു ആണിനെ കെട്ടി അല്ലെങ്കിൽ അവർ പറയുന്ന ആളെ കെട്ടി, ഇനിയിപ്പോൾ അവർ ലവ് മാരേജ് ആണെങ്കിൽ അവിടെയും പ്രശ്നം ഉണ്ടാവും കേട്ടോ. അതാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഇതാണല്ലേ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം തീർന്ന് പിന്നെ അത് മറക്കും ആൾക്കാർ. പക്ഷേ ഇപ്പോൾ ഒരു ലെസ്ബിയൻ കപ്പിൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവർ പോവില്ല, വർക്കൗട്ട് ആവൂല, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ളതിൽ അവർ ഉണ്ടാകട്ടെ പോലെ എടുക്കാം. നമ്മളെന്തായാലും നമ്മുടെ ലൈഫ് ജീവിച്ചു പോവാ, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഒരു മുന്നോട്ട് വരാണ്. ഇപ്പം നിങ്ങളുടെ ആരാണ് നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നത്? കേട്ടോ ഞങ്ങളിന്ന് സാധകം കൂടെ ചെയ്യാത്തോണ്ട് പാട്ടില്ല, ഡാൻസ് ഇല്ല, ഒന്നുമില്ലേ? ഡാൻസ് ഞങ്ങൾ പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പാട്ട് ഞങ്ങൾക്ക് തീരെ അറിഞ്ഞൂടാ. ഇവക്കറിയാം നല്ല പാട്ടുകൾ. ഇല്ല, പാടൂല. പാടൂലേ? നിങ്ങൾക്ക് ഞങ്ങളെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് പാടുന്നൊക്കെ തോന്നുന്നുണ്ടോ? ട്രൈ ചെയ്ത് നോക്കാലോ. ഇല്ല, പാടൂല സത്യമായിട്ടും. ചേട്ടൻ വേണേ ഞങ്ങൾക്ക് പാടിത്തരൂ. ഞാൻ പാടൂല. ഇത് പാടുപെടും. ഇപ്പൊ ഒരാള് ആലുവ, ഒരാള് കോഴിക്കോട്. കണ്ണുപിടിക്കണ കോഴിക്കോട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടും രണ്ട് സൈഡിലാണ്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ളവരൊരു സംസാരവും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? മുസ്ലിം കമ്മ്യൂണിറ്റി ഓല പ്രതികരണം മോശമായിരുന്നു ടുവേർഡ്സ് അസ്. ലൈക്ക് ഓർക്ക് നമ്മളിപ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഓരോ എന്താ പറയാ, ഓരോ ഇതുണ്ടല്ലോ, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അത് എല്ലാ മതത്തിലും ഉണ്ട്. ബട്ട് ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ആയില്ലെങ്കിൽ ഓല് എതിർക്കും ഒബിയസ്ലി. അത് നമ്മളിറങ്ങിയതിനു ശേഷം അവിടെ മഹലില് ഇത് സംസാരമൊക്കെ ഉണ്ടായിരുന്നോണ്ട് മൈക്കിൽ വിളിച്ചിട്ട് എന്തൊക്കെയോ മഹലിൽ നിന്ന് എന്തോ പുറത്തായി എന്തോ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അങ്ങനെ നല്ലൊരു പ്രതികരണമൊന്നും അല്ല ഓല സൈഡിൽ നിന്ന് വന്നത്, അത്രക്ക് നല്ലതല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അറിഞ്ഞൂടാ കേട്ടോ എന്താണ് ഓല പ്രതികരണം. പക്ഷെ അന്വേഷിച്ചിട്ടില്ലേ? അത് കുറച്ചുപേര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അവിടെ എന്താ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, അതിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അറിയില്ല, അങ്ങനെ എന്തോ കേട്ട്. ഇപ്പൊ കുറച്ചായല്ല, ഞങ്ങക്ക് വലിയൊരു ഓർമ്മ കിട്ടുന്നില്ല. എന്തൊക്കെയോ എന്തായാലും പ്രതികരണം നല്ലതൊന്നും അല്ലായിരുന്നു, മോശം പ്രതികരണമാണ്. അപ്പോൾ മോശം പ്രതികരണം അതിൻ്റെ രീതി പോട്ടെ. നിങ്ങളുടെ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഇത്രയും നേരത്തിന് നന്ദി.